ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് സവാളയും റവയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് തയ്യാറാക്കാനായിട്ട് വെറും 10 മിനിറ്റ് തന്നെ മതിയാകും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള നല്ല തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ സവാള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഫുള്ളായിട്ടും ഞാനിവിടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഈ ഉപ്പും സവാളയായിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമിയെടുക്കണം. നന്നായിട്ട് തന്നെ ഇവിടെ തിരുമി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില ആണ്. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 1/4 കപ്പ് റവയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ആ സവാളയുടെയും മുട്ടയുടെയും നനവിലാണ് ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം കരിഞ്ഞിട്ട് അത് അകം വേഗത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം റെഡിയായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. ഇതിപ്പോൾ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാ സ്നാക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചായ തിളയ്ക്കുന്ന സമയം മതി നമുക്ക് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ